എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്നുകിൽ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെ അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി അടുത്ത അലോട്ട്മെൻറ്റുകൾ എപ്പോഴാണ്, അതുപോലെ ഇനി ഉള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ www.polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025 എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോളി വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻ ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിലവിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടണം അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. ഇതിലേതെങ്കിലും ഒരു അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷനും അല്ലാത്തവർക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുള്ളവർ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ്റെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് പോവേണ്ടതാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അത് മെക്കാനിക്കൽ കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് തന്നെ എനിക്ക് മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്യേണ്ട, ഇതിൽ ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമായിട്ടും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെ മാത്രമേ പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുള്ളവർ ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയത്. അടുത്ത അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവരോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിലോ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുപോലെ അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ പോയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാധാരണ 5 മണി വരെ ഉണ്ടാകും. അപ്പോൾ 5 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 5-ാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ടെമ്പററി അഡ്മിഷൻ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയോ അതല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു ഓപ്ഷൻ തന്നെയാണെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അപ്പോൾ ജൂലൈ 10-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ആ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരിക. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് നടക്കുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് ജില്ലാ തലത്തിലുള്ള നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അഡ്മിഷനുകളാണ്. അപ്പോൾ നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലയിലെ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ്, അതായത് ഓരോ ജില്ലയിലും എല്ലാ പോളിടെക്നിക് കോളേജിൻ്റെയും ഹെഡായിട്ടുള്ള ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ടാവും. അതാണ് നോഡൽ പോളിടെക്നിക് കോളേജ്. അപ്പോൾ അവിടെ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള, അതായത് ആ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും അതിനനുസരിച്ച് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിർബന്ധമായിട്ടും നേടാൻ ശ്രദ്ധിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷനിൽ തുടരുകയോ അതല്ല ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുകയോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് ജില്ലാ തലത്തിൽ നടക്കുന്ന നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 15 മുതൽ 21-ാം തീയതി വരെ നടക്കുന്നത്. അതിനായിട്ടുള്ള രജിസ്ട്രേഷൻ പോളി വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും.
അതിനുശേഷം പിന്നീട് ക്ലാസ്സുകൾ ഈ ഒരു ജൂലൈ 23-നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നടക്കുന്നത് സ്പോട്ട് അഡ്മിഷനാണ്. അപ്പോൾ ആദ്യം നടക്കുന്നത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നടക്കുന്നത് ഈ ഒരു ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന അഡ്മിഷനാണ്. അതായത് ഏകദേശം സ്പോട്ട് അഡ്മിഷൻ തന്നെയാണ്. പിന്നീട് അതിനുശേഷമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ, അതായത് ഓരോ സ്ഥാപന തലത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ബാക്കി സീറ്റുകൾ ആ ഒരു രീതിയിൽ ഈ ഒരു ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെയും പിന്നീട് ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെയുമായിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾ പോളി വെബ്സൈറ്റിലൂടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ഥാപനങ്ങളിലേക്കുമുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.